ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദേവാലയത്തിൻ്റെ മഹത്വത്തെ ധ്യാനിക്കാം. ലൂക്കാസ് വിശേഷം 21 അധ്യായത്തിൽ യേശുവിനെ ജെറൂസലേം ദേവാലയത്തിൻ്റെ മഹത്വവും അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രൗഢിയും കാണിച്ചു കൊടുക്കുന്നു. അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കൃതമാണല്ലോ എന്ന് യേശുവിനോട് പറയുമ്പോൾ യേശു പറയുന്നത്, ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം തകർന്നു പോകുന്ന സമയം വരും. ഈ ലോകത്ത് നാം കെട്ടിപ്പടുത്തുന്ന ഒരു ദേവാലയത്തിനും അത്ര വലിയ ബലങ്ങളൊന്നുമില്ല. നാം എത്ര തന്നെ ബലപ്പെടുത്തിയാലും വിശ്വാസത്തിൻ്റെ ആഴമായ ബലം വിശ്വാസ സമൂഹത്തിനില്ലെങ്കിൽ പണിയപ്പെടുന്ന ദേവാലയങ്ങൾ അർത്ഥശൂന്യമാണ്. ജെറൂസലേം ദേവാലയം യഹൂദ പാരമ്പര്യത്തിൻ്റെയും പ്രൗഢിയുടെയും സ്വകാര്യ അഹങ്കാരത്തിൻ്റെയും പ്രതീകമായിരുന്നു. അവർ ഏറ്റവും അധികം അഹങ്കരിച്ചിരുന്നതും ജെറൂസലേം ദേവാലയത്തെക്കുറിച്ച് തന്നെയായിരുന്നു. രാജാക്കന്മാരാൽ നിർമ്മിതമായ ഈ ദേവാലയം ഭൂമിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളും വജ്രങ്ങളും പവിഴങ്ങളും ചേർത്ത് നിർമ്മിക്കപ്പെട്ട ദേവാലയം, ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നുവെന്ന് അവർ അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന ദേവാലയം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ നിന്ന് ജനം അകന്നപ്പോൾ, വിശ്വാസത്തിൽ നിന്ന് അകന്നപ്പോൾ, മനുഷ്യത്വത്തിൽ നിന്ന് അകന്നപ്പോൾ ജെറൂസലേം ദേവാലയത്തിൻ്റെ മഹത്വവും നഷ്ടമായി. അതവരറിഞ്ഞില്ല. ആ അറിവുകേടിനെയാണ് ക്രിസ്തു നഷ്ടപ്പെട്ടു പോകും, അത് നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ക്രിസ്തുവാകുന്ന ദേവാലയം അത് 3 ദിവസം കൊണ്ട് പണിയപ്പെടുന്നതാണ്. അത് പുനരുത്ഥാനത്തിലൂടെ വീണ്ടെടുക്കപ്പെടുന്ന കൃപയാണ്. അതെ, ക്രിസ്തുവാകുന്ന ദേവാലയം തകർക്കപ്പെടും, എന്നാൽ 3 ദിവസത്തിന് ശേഷം അത് വീണ്ടും പണിതുയർത്തപ്പെടും. 54 വർഷം കൊണ്ടാണ് ജെറൂസലേം ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ ക്രിസ്തുവാകുന്ന ദേവാലയം 3-ാം ദിവസം മഹത്വത്തോടുകൂടി കാണപ്പെടും. ആ ദേവാലയം എന്ന് നിലനിൽക്കും. ജെറൂസലേം ദേവാലയം AD 70കളിൽ തകർക്കപ്പെട്ടു. ഭൂമിയിൽ ഏറ്റവും മനോഹരവും അതിശ്രേഷ്ഠവും വിലപിടിപ്പുള്ളതും സ്വകാര്യ അഹങ്കാരത്തിൻ്റെ പ്രതീകവുമായിരുന്ന ദേവാലയത്തിന് അത്ര ബലമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ജെറൂസലേമിൽ നിലനിൽക്കുന്നത് ഈ ദേവാലയ സംരക്ഷണത്തിന് വേണ്ടി കെട്ടപ്പെട്ടിരുന്ന ഒരു ചുറ്റുമതിൽ മാത്രമാണ്. അതിനെ ഇന്ന് വിളിക്കുന്നത് വിലാപമതിൽ എന്നാണ്. അവരുടെ സങ്കടവും രോദനവും നൊമ്പരവും അതിൽ എഴുതി വെക്കാറുണ്ട്. സത്യത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഭൂമിക്ക് മറ്റെന്തിനു നൽകിയാലും അതിൻ്റെ അവസ്ഥ ഇപ്രകാരമായിരിക്കുമെന്ന് ജെറൂസലേം ദേവാലയത്തിലുണ്ടായ ദുരനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. നാം യഥാർത്ഥത്തിൽ ദേവാലയം പണിയേണ്ടത് ക്രിസ്തു ആകുന്ന മൂലക്കല്ലിലാകണം. ദൈവത്തിൽ പണിയാത്തതൊന്നും എന്നും നിലനിൽക്കുകയില്ല. ക്രിസ്തുവിൽ പണിതുയർത്തുന്നതൊക്കെ പ്രപഞ്ചമുള്ളിടത്തോളം കാലം നിലനിൽക്കും. വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും ഈ ഭൂമിയിൽ ദൈവാശ്രയമുള്ളവരായി എളിമയോടും ലാളിത്യത്തോടും കൂടി ജീവിക്കുവാനും നമ്മൾ പരിശ്രമിക്കണം. ഭൂമിയിൽ ഏറ്റവും മനോഹരമായ ദൈവം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ദേവാലയം നാം ഓരോരുത്തരുമാകുന്ന ദേവാലയമാണ്. നമുക്ക് നാം ആകുന്ന ദേവാലയത്തെ പവിത്രമായി കാത്തു സൂക്ഷിക്കുവാൻ കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.